ക്രിസ്തുവിന്റെ സമാധാനം നിങ്ങളോടുകൂടെ ഉണ്ടായിരിക്കട്ടെ. വചനകിരണത്തിലേക്ക് ഏവർക്കും സ്വാഗതം. കേട്ട് പരിചിതമായൊരു കഥ. 2 സന്യാസിമാർ അവരുടെ യാത്രയുടെ മധ്യത്തിൽ ഒരു നദിക്കരികിൽ സുന്ദരിയായ ഒരു പെൺകുട്ടിയെ കണ്ടു. നീന്തലറിയാത്ത അവൾ എങ്ങനെ നദി കടക്കുമെന്ന വിഷമത്തിലായിരുന്നു. സന്യാസിമാരിൽ ഒരാൾ ആ പെൺകുട്ടിയെ തോളിലിരുത്തി നദി കടക്കാൻ സഹായിച്ചു. വൈകുന്നേരം ആശ്രമത്തിലെത്തിയപ്പോൾ കൂടെയുണ്ടായിരുന്ന സന്യാസി അദ്ദേഹത്തെ കണക്കിന് വിമർശിക്കുകയും പരിഹസിക്കുകയും ചെയ്തു. സ്ത്രീ സൗന്ദര്യത്തിൽ കൂട്ടുകാരൻ ഭ്രമിച്ചു പോയെന്നായിരുന്നു അദ്ദേഹത്തിന്റെ പരാതി. കൂട്ടുകാരനോട് സന്യാസി പറഞ്ഞു, ഞാൻ രാവിലെ തന്നെ ആ സ്ത്രീയെ നദിയുടെ അക്കരെ ഇറക്കി വിട്ടതാണ്. പക്ഷെ താങ്കൾ ഇപ്പോഴും മനസ്സിൽ നിന്ന് ആ സ്ത്രീയെ ഇറക്കി വിട്ടിട്ടില്ലല്ലേ? നമ്മളിൽ ചിലരൊക്കെ ഇങ്ങനെയാണ്. ഉപേക്ഷിക്കേണ്ടത് ഉപേക്ഷിക്കാൻ പലർക്കും വലിയ വിഷമമാണ്. ഓർക്കാൻ കഴിയുക എന്നതുപോലെ തന്നെ മനുഷ്യന് കിട്ടിയിരിക്കുന്ന വലിയ നൽവരങ്ങളിൽ ഒന്നാണ് മറക്കുക എന്നത്. മറക്കേണ്ടതൊക്കെ മറന്നേ പറ്റൂ. യെശയ്യാപ്രവചനം 43:25. എന്റെ നിമിത്തം ഞാൻ തന്നെ നിന്റെ അതിക്രമങ്ങളെ മായ്ച്ചു കളയുന്നു, നിന്റെ പാപങ്ങളെ ഞാൻ ഓർക്കുകയുമില്ല. നമ്മുടെ പാപങ്ങൾ ക്ഷമിക്കുക മാത്രമല്ല, പിന്നെ ഒരിക്കലും അത് ഓർക്കാതിരിക്കുന്ന ദൈവത്തെയാണ് വിശുദ്ധ വേദപുസ്തകം പരിചയപ്പെടുത്തുന്നത്. യിരെമ്യാവിന്റെ പുസ്തകം 31:34. ഞാൻ അവരുടെ അകൃത്യം മോചിക്കും, അവരുടെ പാപം ഇനി ഓർക്കുകയുമില്ല. ഇങ്ങനെ ദൈവം പാപത്തെ ഇനി ഒരിക്കലും ഓർക്കുകയില്ലെന്ന് അരുളി ചെയ്യുന്നത് പല ഭാഗത്ത് നമുക്ക് കണ്ടെത്തുവാനായിട്ട് സാധിക്കും. ദൈവം പോലും മറന്നു കളഞ്ഞ കാര്യങ്ങൾ ഇപ്പോഴും മറക്കാൻ പറ്റാതെ വർഷങ്ങളായി പാപഭാരവും പേറി പകയും വിദ്വേഷവും ഒക്കെ മനസ്സിൽ കൊണ്ടു നടക്കുന്ന ആളുകളെയൊക്കെ ചിലപ്പോൾ കണ്ടുമുട്ടാറുണ്ട്. ഞാൻ ക്ഷമിക്കാം, പക്ഷെ ഒരിക്കലും എനിക്ക് മറക്കാൻ പറ്റില്ല എന്ന് പറയുന്നവരെയും കണ്ടിട്ടുണ്ട്. ക്ഷമിക്കുക എന്നതുപോലെ മറക്കുക എന്നതും ദൈവികമായൊരു സ്വഭാവം തന്നെയാണ്. പാപപരിഹാരം നൽകുന്നവനും ഞങ്ങളുടെ തിന്മകളെ ഓർക്കാതെ അവയെ ക്ഷമിച്ച് നീക്കി മായ്ച്ചു കളയുന്നവനും എന്നല്ലേ നാം വിശുദ്ധ കുർബാനയിൽ ദൈവത്തെ വിശേഷിപ്പിക്കുന്നത്? മറ്റുള്ളവരുടെ പാപങ്ങളെയും തിന്മകളെയും കുറവുകളെയും ഓർക്കാതിരിക്കുക അല്ലെങ്കിൽ മറന്നു കളയുക എന്നത് ദൈവ സ്വഭാവത്തിൽ ജീവിക്കുന്നതിൻ്റെ അടയാളമാണ്. നദിക്കരികിൽ ഇറക്കിവിട്ട സ്ത്രീയെ മനസ്സിൽ കൊണ്ടു നടക്കുന്ന സന്യാസിയെ പോലെ ആകരുത്. ചിലതൊക്കെ ഉപേക്ഷിക്കണം. ചില ഭാണ്ഡക്കെട്ടുകളൊക്കെ യാത്രയിൽ ഇറക്കി വെക്കണം. അല്ലാതെ എത്ര നാൾ ഈ ഭാരവും പേറി നമുക്ക് മുന്നോട്ട് പോകുവാൻ സാധിക്കും? എല്ലാം ഇറക്കി വെച്ചപ്പോൾ മനസ്സിനൊരാശ്വാസം കിട്ടിയെന്ന് പറയുന്നത് കേട്ടിട്ടില്ലേ? മനസ്സിന് ആശ്വാസവും സന്തോഷമൊക്കെ കിട്ടണമെങ്കിൽ അനാവശ്യമായ ചിന്തകളൊക്കെ എടുത്തു കളയണം. എന്നിട്ട് നമുക്ക് നമ്മുടെ മനസ്സിനെ ശുഭചിന്തകൾ കൊണ്ട് നിറയ്ക്കണം. ദൈവചിന്തകൾ കൊണ്ട് നിറയുന്ന മനസ്സിനേക്കാൾ സന്തോഷമുള്ള മറ്റെന്താണ് പിന്നെ ഈ ലോകത്ത് കണ്ടെത്താനാവുന്നത്? സന്തോഷ സമൃദ്ധമായ ശുഭദിനം നേരുന്നു. ദൈവം അനുഗ്രഹിക്കട്ടെ. ക്ഷമിച്ചിടുവാൻ എന്നിൽ കരുത്തേകണേ, എല്ലാം മറക്കാൻ വരമേകണേ. ക്ഷമിച്ചിടുവാൻ എന്നിൽ കരുത്തേകണേ, എല്ലാം മറക്കാൻ വരമേകണേ. നീറും മനസ്സിലെ മുറിപ്പാടുകൾ എല്ലാം മായ്ച്ചിടുവാൻ നാഥാ കനിയണമേ. നീറും മനസ്സിലെ മുറിപ്പാടുകൾ എല്ലാം മായ്ച്ചിടുവാൻ നാഥാ കനിയണമേ. ക്ഷമിച്ചിടുവാൻ എന്നിൽ കരുത്തേകണേ, എല്ലാം മറക്കാൻ വരമേ.